ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നോമ്പാണ്. നോമ്പിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയാസും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് യൂസ്ഫുൾ ആവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലോട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടാറില്ല, കാരണം സ്റ്റോറി, ന്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് പേഴ്സണലി വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇത്ത നോമ്പൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയാസ് പറഞ്ഞു തരുമോ, ഞങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ്. ഞാൻ വലിയൊരു ബിസിനസ് വുമണോ ഒന്നുമല്ല, പക്ഷേ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. നോമ്പായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്നാക്സ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്ത് എല്ലാവരും സ്നാക്സ് വാങ്ങും അല്ലേ. സമൂസ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്നുകിൽ ഇങ്ങനെ വിൽക്കാൻ വരും വണ്ടികളിലൊക്കെ, ഇങ്ങനെ സമൂസയും അതേപോലെ പക്കുവട അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സമൂസ ഷീറ്റ്സ്, ഇതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, വീടിനടുത്തൊക്കെ ഇഷ്ടംപോലെ ഇഫ്താർ പാർട്ടികളുണ്ടാകും. അവിടത്തേക്ക് ഒരുപക്ഷെ സ്നാക്ക് വേണ്ടി വരും. അപ്പോഴേക്കും നമുക്ക് ഓർഡർ എടുത്ത് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയാം, ഒരു ദിവസം തന്നെ നമുക്ക് 100-200 സമൂസ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ലാഭം കിട്ടും. അത് നിങ്ങളെന്ത് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കണ്ടെയ്നേഴ്സിൽ ഫ്രിഡ്ജിൽ അങ്ങ് സൂക്ഷിക്കുക. പിന്നെ പിറ്റേ ദിവസം അങ്ങ് ഒന്നുകിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറയില്ല, ഉണ്ടാക്കിയിട്ട് വെറും ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ സമൂസയും കട്ട്ലറ്റും അതേപോലെ ഉന്നക്കായൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കത് പൊരിക്കാതെ സെയിൽ ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാരങ്ങനെ വാങ്ങുന്നുണ്ട് നാട്ടിൽ. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഈ ഒരു സമയത്ത് വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. പിന്നെ ഞാൻ നാട്ടിൽ കാസർഗോഡാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നോമ്പിൻ്റെ ബിസിനസ് നടക്കുന്നത് എന്താണെന്നറിയോ? ഈ എണ്ണക്കടികളാണ്. എണ്ണക്കടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിന് ഉണ്ടാക്കി വിൽക്കും. അതിൽ ഞാൻ കുറച്ച് പേരുകൾ പറയാം, നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ പറയണം കേട്ടോ. കൊട്ടയപ്പം, അതുപോലെ ബാട്ടുപത്തിരി, ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ കടല അപ്പം ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, സെറോട്ടി, നെയ്ക്കോല്, ഇങ്ങനെയൊക്കെയുള്ള പല പല അപ്പങ്ങൾ. പൊരിയുണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊരിയും അതേപോലെ ശർക്കരയും അതൊക്കെ പൊടിച്ച് മിക്സ് ചെയ്ത്, തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉരുളയാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വെക്കും. എന്നിട്ട് പച്ചരി അരച്ച് അതിൽ മുക്കി പൊരിച്ചെടുക്കും. ഇത് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും, ഒന്നും ആവില്ല. അതേപോലെ തന്നെ ബാട്ടുപത്തിരി എന്ന് പറയുന്നതും പച്ചരിയും മുട്ടയൊക്കെ കൂടി അരച്ചെടുത്ത് അതിനകത്ത് നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് അത് ഡ്രൈ ആക്കിയിട്ട് അങ്ങ് മിക്സ് ചെയ്യും. എന്നിട്ട് ബോൾസാക്കി എടുക്കും. ബോൾസാക്കി എടുത്തിട്ട് നമ്മുടെ പ്രസ്സിങ്, പത്തിരി ഉണ്ടാക്കുന്ന പ്രസ്സറില്ലേ, അതിൽ പ്രസ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒരു ചെറിയ കുഞ്ഞു പത്തിരിയുടെ ഷേപ്പിലാക്കിയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. അത് ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് കഴിക്കാൻ, മധുരമൊന്നുമില്ല. അങ്ങനെയുള്ളതൊക്കെ ഓരോ പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് 350-400 രൂപയ്ക്കാണ് കടകളിൽ ഇപ്പോൾ നമ്മൾ വാങ്ങാൻ കിട്ടുക. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസയ്ക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോഴോ വെറും 50-100 രൂപ മതി നമുക്ക് മുതൽ മുടക്ക് 1 കിലോയ്ക്കൊക്കെ. പക്ഷെ നമുക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കി വിൽക്കാൻ പറ്റും. അങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നത്, കുറച്ച് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള സ്ത്രീകളൊക്കെ കൂടുതലും ക്യാഷ് ഉണ്ടാക്കുന്നത് എണ്ണക്കടികൾ ഉണ്ടാക്കിയിട്ടാണ് ഈ നോമ്പിന്. അതുപോലെ തന്നെ സമൂസ, ഞാൻ പറഞ്ഞില്ല, അതുപോലെയുള്ള സ്നാക്സൊക്കെ ഓരോ ഷോപ്പുകളിലേക്കും ഉണ്ടാക്കി കൊടുക്കും. അതല്ലാതെ രാവിലെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ വന്നിങ്ങനെ ഓർഡേഴ്സ് എടുത്തിട്ട് പോകും കുട്ടികൾ വന്നിട്ട്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യും. അപ്പോൾ അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഇത്ര സാധനം വേണം, ഇത്ര പൈസയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു കാൽക്കുലേഷൻ അവർ ആദ്യം തന്നെ ഒരു ചാർട്ടങ്ങ് റെഡിയാക്കും. അതിനുശേഷമാണ് അവർ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പൊരിയപ്പം പറഞ്ഞു, അതുപോലെ ബാട്ടുപത്തിരി, പിന്നെ അതുപോലെ സെറോട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് മൈദയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മൈദ നല്ല രീതിയിൽ കുഴച്ചുണ്ടാക്കി ഉരുളകളാക്കി അങ്ങ് പരത്തി, പിന്നെ ഒരു ചെറിയൊരു ഷേപ്പിൽ അങ്ങ് മുറിച്ചെടുക്കും. പിന്നെ അതിൽ ഷുഗർ പൗഡർ കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങ് സെറ്റ് ചെയ്ത് അതും പാക്കറ്റ് ആക്കിയിട്ട് വിൽക്കും. അതിനും അതേ 350-300 രൂപ അങ്ങനെയൊക്കെയാണ് ഓരോ പാക്കറ്റിനും കൊടുക്കുന്നത്. ഇപ്പോൾ ഗൾഫിലോട്ടൊക്കെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇത് കൊണ്ടുവരുന്നുണ്ട്. കുറേ ക്യാഷ് കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്, കാരണം ഇവിടെ ഇതില്ല, ഇവിടെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ നാട്ടിൽ നിന്നാണ് ഈ ഐറ്റമൊക്കെ വരുത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നല്ലൊരു ബിസിനസ് കിട്ടും, എണ്ണക്കടികൾ. അതുപോലെ പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് നോമ്പിൻ്റെ ഈ സമയം, പെരുന്നാൾ വരുന്നത് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഡ്രസ്സിൻ്റെ ബിസിനസ്. നമ്മൾ പുറത്തുനിന്ന് ചെറിയ പൈസയ്ക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന് സെയിൽ ചെയ്യാം, വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ്, ബേബി ഡ്രസ്സസ് ചെറിയ പൈസയ്ക്ക് കിട്ടും നമുക്ക്. അതിന് 10-30-40 ലാഭം വെച്ചിട്ട് സെയിൽ ചെയ്യാം നമുക്ക് ഓരോ പീസ്. ഇപ്പം എല്ലാത്തിലും സോഷ്യൽ മീഡിയ ഉണ്ടല്ലേ.
അപ്പോൾ അങ്ങനെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഡെയിലി ഒരു 10-20 പീസ് സെയിലാവുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു വരുമാനം ദിവസം കിട്ടും. കുറേ ലാഭം വെച്ചിട്ട് നിങ്ങൾ സെയിൽ ചെയ്യരുത്. ചെറിയ പൈസ ഒരു വരുമാനത്തിൽ നമ്മളങ്ങ് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായോ? അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ്, അതേപോലെ ലേഡീസിൻ്റെ സ്റ്റിച്ചിങ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ചിങ്, ടൈലറിങ്. ഈ ഒരു സമയത്ത് ഇഷ്ടം പോലെ നമുക്ക് ഓർഡേഴ്സ് കിട്ടും സ്റ്റിച്ച് ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലും അങ്ങ് ഫുള്ളായിരിക്കും. അപ്പം നമുക്ക് വീടുകളിലേക്ക് ആൾക്കാർ കൊണ്ടുവന്ന് തരും. അപ്പം അങ്ങനെ സ്റ്റിച്ചിങ്ങിന് നമുക്ക് ഓർഡേഴ്സ് കിട്ടും. ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും അതേപോലെ ഡ്രസ്സസ് ആണെങ്കിലും എല്ലാം നമുക്ക് കേർട്ടൻസ്, ഇതൊക്കെ നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടും. ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ഓർഡർ ചടപടാന്നങ്ങ് വരും. കാരണം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യും. ഞാൻ എന്താ ഇവിടെ നിന്നാണ് ഇത് ചെയ്തത്, എനിക്കിത് അവരാണ് ചെയ്ത് തന്നത് എന്നൊക്കെ നമ്മൾ തന്നെ ഷെയർ ചെയ്യും. ആ ഒരു സമയത്ത് അവർ നമുക്ക് വീണ്ടും ഓർഡേഴ്സ് തരും. ഇപ്പോൾ അപ്പങ്ങളുടെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഇത്ത ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരാൾ അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞാനൊക്കെ അയാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങും, അവർക്കങ്ങ് ഓർഡർ കൊടുക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഓർഡേഴ്സ് കിട്ടും. ഒരു മാസം തന്നെ നല്ല ഓർഡറാണ് അവർക്ക് കിട്ടുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അത്ര കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള വീടുകളിൽ നിന്ന് അതുപോലെ കിട്ടുവാണെങ്കിൽ നല്ലൊരു പൈസ ലാഭമായില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഞാനൊക്കെ എപ്പോഴും നാട്ടിലാരോടെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും, ഈ ഒരു മാസം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ പറയും ഞങ്ങൾക്ക് സമയമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് സ്നാക്സും അതേപോലെ ഡ്രസ്സസ്. ഡ്രസ്സാണെങ്കിൽ നമ്മൾ വെറൈറ്റി ഡ്രസ്സ് നമുക്കൊന്നുകിൽ പർച്ചേസ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വില കുറവുള്ള ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ പൈസക്ക് കിട്ടുവാണെങ്കിൽ നല്ലൊരു ലാഭം വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അപ്പങ്ങളുടെ ബിസിനസ് അതേപോലെ ഡ്രസ്സിൻ്റെ ബിസിനസ്, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മൂവ് ആവും ഈ ഒരു സമയത്ത്. പിന്നെ നമുക്ക് ഈ ഒരു നോമ്പിനും അതേപോലെ പെരുന്നാളിനൊക്കെ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന വേറൊരു ബിസിനസ്സും കൂടിയുണ്ട്. ഹെന്ന കോൺസ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ എന്നറിയില്ല, എനിക്ക് തന്നെ പ്രമോഷൻ കുറേ ഹെന്ന കോൺസ് വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം അത് പെർഫെക്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നി. നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരിക്കലും അതിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് യൂട്യൂബിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ കാണിച്ചിട്ട് അങ്ങ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് തോന്നി നല്ലതല്ലാന്ന്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ അലർജി കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അത്രയും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഇവിടെ അങ്ങനെയാണ്, നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നോക്കണം. ഇങ്ങനെ നമുക്കൊരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. മനസ്സിലായോ? ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? സ്നാക്സ് പറഞ്ഞു, അതേപോലെ ഡ്രസ്സസ് പറഞ്ഞു, പിന്നെ ഹെന്ന കോൺസ് പറഞ്ഞു, ഇതൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്ന്. സെയിൽ ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. കുറേ അങ്ങ് ഫോട്ടോസ്, ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ ഫോട്ടോസ് സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾ പറയാം ഇത് ഇന്നത്തെ ഓർഡറാണ്, ഇന്നലെയുള്ള ഓർഡറാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓർഡേഴ്സ് കിട്ടും. മനസ്സിലായോ? ചില ആൾക്കാരുടെയൊക്കെ ഫോണിൽ കാണുന്നുണ്ടാവില്ല ഇത് ഇന്നത്തെ ഓർഡേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല നല്ല വലിയ വലിയ പിക്ചേഴ്സ് വെച്ചിട്ട് കാണാം. അതുപോലെ അങ്ങ് വെച്ച് നോക്കുക. ഇപ്പോൾ എനിക്ക് ഇത്ര രൂപയുടെ ഓർഡേഴ്സാണ് ഇന്ന് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് അങ്ങ് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ഓർഡേഴ്സ് കിട്ടും. മാർക്കറ്റ് പ്ലേസിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ഡുബിസിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യം വലിയ ഓർഡറൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതിപ്പോൾ നോമ്പായതുകൊണ്ട് ഷുവറായിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഒട്ടും സമയം പാഴാക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതൊക്കെ നല്ല ഓർഡേഴ്സ് കിട്ടും. അതുമാത്രമല്ല പിന്നെ അബായാസ്, ഗൗൺസ് ഇതൊക്കെ നല്ല മൂവ് ആവുന്ന സമയമാണ് ഈ ഒരു സമയമായതുകൊണ്ട്. പിന്നെ നിസ്കാരക്കുപ്പായം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാം. അതും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്നോട് കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൽ എത്രത്തോളം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും എന്നൊന്നും എനിക്കറിയില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.